സാറ്റർഡേസ് കണ്ടിന്യൂസ് വ്ളോഗ് ചാലഞ്ച് ഡേ 2. അപ്പോൾ നമ്മുടെ ഡേ 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ അടിയിൽ കൊടുക്കാം, കയറി കാണണം. അപ്പോൾ ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നതായിരുന്നു, ചേച്ചി ഏട്ടനും കൂടെ. അങ്ങനെ രാവിലെ ഞങ്ങൾ നീറ്റ് വന്ന് ഞങ്ങൾ എടുത്ത് വന്ന് വീണ്ടും കിടക്കുകയാണ്. പിന്നെ അമ്മ വന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക, നീക്കി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കൊറിയർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു, അമ്മായിമാരെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ പോവുകയാണ്. ആ ബേക്കറീൻ്റെ ഷോപ്പിൽ കയറി എന്തെങ്കിലും നമുക്ക് വേണ്ടി വാങ്ങണ്ടേ, അങ്ങനെ വാങ്ങിയ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി, ആദ്യത്തെ അമ്മായിൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് നമ്മൾ ചായ കുടിച്ച് ഇറങ്ങി. വേഗം തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ വീടുകളിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ചേച്ചി അവിടെ ബാഗ് മറന്നു വെച്ച് നമ്മൾ എഗെയിൻ അവിടെ പോയി എടുക്കേണ്ട അവസ്ഥ വന്നു ഗൈസ്. ചേച്ചിക്ക് നിമിഷത്തിൽ പറയാനുള്ളത് ഹാപ്പി. അതിനുശേഷം നമ്മൾ അടുത്ത അമ്മായിൻ്റെ വീട്ടിലാണ് കേട്ടോ പോയത്. അവിടെ പോയപ്പോൾ നമ്മൾ നല്ല ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരമാണ് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ശരിക്കും കഴിച്ചത് കേട്ടോ. ഇതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് വയറ് ശരിക്കും ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. ആൾ നല്ല വൈബാണ്, നമ്മുടെ വൈബിനൊത്തൊരു ആൾ തന്നെയാണ് കേട്ടോ. നമ്മൾ കൂട്ടത് നമ്മൾ അതേ ഒരു വൈബാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോയത്. അതിൻ്റെ ഇടയിലുള്ളൊരു കശപ്പച്ച കണുപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ഇങ്ങനെ എന്തൊരു ഇതാണ്, അല്ലെങ്കിൽ തന്നെ കുറേ ചുറ്റി കറങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ലാസ്റ്റ് അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോൾ വഴി തെറ്റി, അത്രേ ഉള്ളൂ. പിന്നെ നേരെ ഫുഡൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഉറക്കത്തിന് ശേഷം പിന്നെ നേരെ നല്ലൊരു ചായയും കുടിച്ച് പിന്നെ നമ്മൾ നേരെ തറവാട്ടിക്കാണ് പോയത്, അച്ഛമ്മമാരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോൾ ഇതാ ഒരു കോഴി ഇരിക്കുന്നു, എൻ്റെ ജോബേബിൻ്റെയാണ്. അപ്പോഴാണ് ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. അവിടെ നിന്നും ഇതേപോലെ വെള്ളം കുടിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.